السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ, വിധി നിർണയിക്കുന്ന വിധികർത്താക്കളെ, സോഷ്യൽ മീഡിയ വിനോദത്തിനല്ല വ്യക്തിത്വ വികസനത്തിനാണ് എന്ന വിഷയം ആസ്പദമാക്കി അല്പം ചില ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്ന കാര്യത്തിൽ നമുക്ക് മുന്നിൽ കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അതിനാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വ വികസനം അവൻ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചാണ്. അവന്റെ ചുറ്റുപാടുകളാണ് അവനെ അതിന് സഹായിക്കുന്നത്. അതിൽ സാമൂഹിക മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ചെറുതല്ല. ഒരു മനുഷ്യൻ എങ്ങനെ ആകണമെന്നും ആകരുത് എന്നുമുള്ള കാര്യത്തിൽ സോഷ്യൽ മീഡിയ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്ക് മുന്നിലുള്ള സ്ക്രീൻ എങ്ങനെയാണ് മറ്റുള്ളവരുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നത്? നമുക്ക് മുമ്പിലുള്ളതെല്ലാം ചെറിയ തോതിൽ നമ്മളെ സ്വാധീനിക്കുന്നു എന്നത് ഒരു പരമ യാഥാർത്ഥ്യമാണ്. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന ഓരോന്നും, നമ്മൾ കാണുന്ന ഓരോന്നും ചെയ്യാൻ നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ നന്മയോ തിന്മ നമ്മൾ ആലോചിക്കാറില്ല. തികച്ചും അധാർമികതമായ കാര്യങ്ങളാണ് നമുക്ക് മുന്നിൽ നടക്കുന്നത്. വിദ്യാർത്ഥികൾക്കിടയിലാണ് പ്രധാനമായും. ഒരു ചെറിയ മൊബൈൽ ഫോണിൽ കാണുന്നത് അതേപടി അനുകരിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ കാര്യമാണ്. ഷഹബാസ് വധക്കേസ് ഓർക്കുക. ഇന്ത്യൻ നിയമപ്രകാരം മൈനർ ആയവരാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യൻ നിയമപ്രകാരം മൈനർ ആയവരാണ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പലതരം റീൽസുകൾ ഷെയർ ചെയ്യുന്നവരാണ് നമ്മൾ. സ്വാഭാവികമായി അധാർമികത നിറഞ്ഞവ നമ്മുടെയും അവരുടെയും വാളുകളിൽ നിറഞ്ഞിട്ടുണ്ടാകും. അത് നയിച്ചത് ഒരു കൊലപാതകത്തിലേക്കാണ് താനും. എവിടെയാണ് പ്രശ്നം? അൽഗോരിതമോ ഗൈഡൻസോ? ആളുകളെ പിടിച്ചിരുത്താൻ പാകത്തിലാണ് ഓരോ അൽഗോരിതവും പ്രവർത്തിക്കുന്നത്. നെഗറ്റീവ് ആയ കാര്യങ്ങൾ ജനങ്ങളെ നെഗറ്റീവ് ആയി ബാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മനുഷ്യന്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അവന്റെ താല്പര്യങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ചുള്ളതാണ്. ഉദാഹരണത്തിന്, ഒരു വ്യക്തി ഒരു വാഹകപ്രേമിയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റീലുകളും ഫോട്ടോകളും പോസ്റ്റുകളും അവന്റെ സോഷ്യൽ മീഡിയ വാളുകളിൽ നിറഞ്ഞു നിൽക്കും. അതാണ് അവന്റെ താല്പര്യം. നെഗറ്റീവ് ആയ കാര്യങ്ങൾ വ്യക്തിത്വ വികസനത്തിന് നെഗറ്റീവ് ആയി ബാധിക്കും എന്നതാണ് യാഥാർത്ഥ്യം. കൃത്യമായ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെതാണ് പ്രശ്നം. വിദ്യാർത്ഥികളിൽ സോഷ്യൽ മീഡിയ അധികരിച്ചു വരുന്ന ഈ സാഹചര്യത്തെ അതിനെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന കാര്യത്തിൽ ബന്ധപ്പെട്ടവർ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. സാമൂഹിക മാധ്യമങ്ങൾ സ്വാധീനിച്ച് ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്തതായി നമുക്ക് മുന്നിൽ തെളിവുകളുണ്ട്. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവ. സോഷ്യൽ മീഡിയയുടെ ആത്യന്തിക ലക്ഷ്യം വിനോദമല്ല, വ്യക്തിത്വ വികസനത്തോട് സോഷ്യൽ മീഡിയയുടെ ആത്യന്തിക ലക്ഷ്യം വിനോദമല്ല, സാമൂഹിക മാധ്യമങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു വഴി മാത്രമാണ് വിനോദം. അതുകൊണ്ട് യഥാർത്ഥ ലക്ഷ്യം അറിഞ്ഞ് നമ്മുടെ വ്യക്തിത്വ വികസനത്തിനുള്ള മാർഗമായി സോഷ്യൽ മീഡിയ മാറട്ടെ എന്നാശംസിച്ച് നിർത്തുന്നു.
വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.